KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സർഗവസന്തങ്ങളുടെ കലാശക്കൊട്ടിന് തുടക്കമായി. SSF സംസ്ഥാന സാഹിത്യോത്സവ നഗരിയിൽ പതാക ഉയർന്നു. SYS സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പടിപ്പുരകൾക്ക് തുടക്കമായി. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തിയ SYS ഹാജിമാർക്ക് ICF RSC സ്വീകരണം നൽകി. മർക്കസിന്റെ വളർച്ചയിൽ പ്രവാസികളുടെ പങ്ക് വലുത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഫോർട്ട് കൊച്ചി ജലദുരന്തത്തിൽ നടുങ്ങി കേരളം. 8 മരണം. മരണസംഖ്യ ഉയരാൻ സാധ്യത. ബോട്ട് 2 പിളർന്നു. ഈ വർഷത്തെ SSF സംസ്ഥാന സാഹിത്യോത്സവ അവാർഡ് പ്രമുഖ എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ MA റഹ്മാന്. സെൽഫി പ്രിയർക്ക് ഒരു ദുഃഖവാർത്ത. സെൽഫൈറ്റീസ് ഒരു മാനസിക വൈകല്യമാണെന്ന റിപ്പോർട്ട്. സാമുദായിക സെൻസസ് കേന്ദ്രം പുറത്തുവിട്ടു. ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മലപ്പുറം ജില്ല. RSC വിസ്ഡം സമിതി UAE ദേശീയതലത്തിൽ സ്പിരിച്വൽ ഹീലിംഗ് ശില്പശാല സംഘടിപ്പിക്കുന്നു. ഉദ്ഘാടനം ഈ മാസം 28 വെള്ളിയാഴ്ച. പുസ്തകം തുറന്നപ്പോൾ ലഹരി പിടിച്ചു. സംഭവം നടന്നത് സലാലയിൽ. OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പട്ടേൽ സമുദായം അഹമ്മദാബാദിൽ റാലി സംഘടിപ്പിച്ചു. റാലിയിൽ സംഘർഷം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് പരിഹാരമാകുന്നു. തിരഞ്ഞെടുപ്പ് നവംബർ 24-ന്. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് പരിഹാരമാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും തമ്മിൽ ധാരണയായി. നവംബർ 24-ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇക്കാര്യം വ്യക്തമാക്കി സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. സർക്കാരിന്റെ നിലപാടിനെ കമ്മീഷൻ എതിർക്കില്ലെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്താനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. ഡിസംബർ 1-ന് പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ക്രമീകരിക്കും. നിലവിലെ സർക്കാരിന്റെ കാലാവധി ഒക്ടോബർ 31-ന് അവസാനിക്കും. 1 മാസം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥ ഭരണം ഏർപ്പെടുത്തും. ഇക്കാര്യവും സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിക്കും. പുതിയ 28 മുനിസിപ്പാലിറ്റികളും കണ്ണൂർ കോർപ്പറേഷനും യാഥാർത്ഥ്യമാകണമെന്ന് സർക്കാരും തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടക്കണമെന്ന് കമ്മീഷനും നിലപാടെടുത്തതോടെയാണ് ഇക്കാര്യത്തിൽ കോടതിയോട് നിലപാട് തേടാൻ സർക്കാർ തീരുമാനിച്ചത്. സാമുദായിക സെൻസസ് വിവരം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. കേരളത്തിൽ 1,08,00,000 ഹിന്ദുക്കളെന്നാണ് കണക്ക്. 88,73,000 മുസ്ലിങ്ങൾ, 61 ലക്ഷം ക്രിസ്ത്യാനികൾ. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ. കൂടുതൽ മുസ്ലിങ്ങൾ മലപ്പുറം ജില്ലയിലും. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ എറണാകുളത്താണ്. ആകെ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല മലപ്പുറമാണ്. 2011-ലാണ് കേന്ദ്ര സർക്കാർ സമുദായികാടിസ്ഥാനത്തിൽ സെൻസസ് എടുത്തത്. കേരളത്തെ നടുക്കിയ ഫോർട്ട് കൊച്ചി ബോട്ടപകടത്തിൽ 8 മരണം. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. 4 സ്ത്രീകളും 2 പുരുഷന്മാരും 2 കുട്ടികളുമാണ് മരിച്ചത്. മട്ടാഞ്ചേരി പുതിയ റോഡ് സുധീർ, വൈപ്പിൻ അഴീക്കൽ സൈനബ, ഫോർട്ട് കൊച്ചി സ്വദേശി വോൾഗ എന്നിവരെ തിരിച്ചറിഞ്ഞു. ഉച്ചയ്ക്ക് 1:40-ഓടെയാണ് വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 39 യാത്രക്കാരുമായി പോയ ബോട്ട് കമാലക്കടവിനടുത്ത് മത്സ്യബന്ധന വള്ളത്തിലിടിച്ച് കപ്പൽച്ചാലിൽ മുങ്ങിയത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2 പിളർന്നു. ബോട്ടിലുണ്ടായിരുന്ന 22 പേരെ രക്ഷപ്പെടുത്തി ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബോട്ട് വെള്ളത്തിനടിയിൽ പൂർണ്ണമായി താഴ്ന്നു. നാവികസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ബോട്ടുകൾ ഉപയോഗിച്ചുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അല്പം മുമ്പ് ബോട്ടിന്റെ ഒരു ഭാഗം കരയ്ക്കടുപ്പിച്ചു. ചില യാത്രക്കാർ ഒഴുകിപ്പോയതായി സൂചനയുണ്ട്. ഒഴുകിപ്പോയാൽ കടലിലെത്തുന്ന ഭാഗത്താണ് അപകടം. അതേസമയം രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാൾ കുഴഞ്ഞു വീണു മരിച്ചു. മട്ടാഞ്ചേരി സ്വദേശി സുധീറാണ് മരിച്ചത്. 3 പേരുടെ ജീവൻ രക്ഷിച്ചയാളാണ് സുധീർ. OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പട്ടേൽ സമുദായം അഹമ്മദാബാദിൽ സംഘടിപ്പിച്ച റാലിയിൽ സംഘർഷം. വിശദമായ റിപ്പോർട്ടിലേക്ക്.
OBC സംവരണം ആവശ്യപ്പെട്ട് ഗുജറാത്തിൽ പട്ടേൽ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭത്തിനിടെ സംഘർഷം. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കൂറ്റൻ റാലി നടന്ന അഹമ്മദാബാദിന്റെ പല ഭാഗങ്ങളിൽ സമരക്കാരും പോലീസും ഏറ്റുമുട്ടി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. നഗരത്തിലെ ദലിത് ഭൂരിപക്ഷ മേഖലകളിൽ സമരക്കാർ ആക്രമണം അഴിച്ചുവിട്ടു. കടകളും വാഹനങ്ങളും തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്ത് അടുത്തിടെ രൂപം കൊണ്ട പട്ടേൽ സമുദായ സംഘടനയായ പാർട്ടിദാർ അനാമത്ത് ആന്തോളൻ അഥവാ പാസ് എന്ന് അറിയപ്പെടുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ച തലസ്ഥാന നഗരിയിൽ റാലി അരങ്ങേറിയത്. ഹർദിക് പട്ടേൽ എന്ന 22-കാരനാണ് പാസിന്റെ രൂപവൽക്കരണത്തിനു പിന്നിൽ. പട്ടേൽ സമുദായത്തെയും OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും സർക്കാർ ജോലിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും സംവരണം വേണമെന്നും ആവശ്യപ്പെട്ട് പാസിന്റെ നേതൃത്വത്തിൽ ജൂലൈ 6-നാണ് സമരം ആരംഭിച്ചത്. ചൊവ്വാഴ്ച 5 ലക്ഷം പേർ പങ്കെടുത്ത റാലിയെ അഭിസംബോധനം ചെയ്ത ശേഷം ഹർദിക് നിരാഹാര സമരം പ്രഖ്യാപിച്ചതോടെയാണ് സ്ഥിതി വഷളായത്. തങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേൽ അംഗീകരിക്കും വരെ നിരാഹാരം പ്രഖ്യാപിച്ചതോടെ റാലിക്ക് എത്തിയവർ പിരിഞ്ഞുപോകാൻ വിസമ്മതിച്ചു. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി അഹമ്മദാബാദ് കലക്ടർ രാജ്കുമാർ ബെനിവാൽ ഹർദിക്കിനോട് സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം നിലപാടിൽ ഉറച്ചുനിന്നു. ഇതേ തുടർന്നാണ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. പിന്നീട് സമരക്കാർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതേസമയം പാസിന്റെ പ്രക്ഷോഭം ഗുജറാത്ത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് BJPയുടെ പ്രധാന വോട്ട് ബാങ്കായ പട്ടേൽ സമുദായത്തിന്റെ ആവശ്യം സർക്കാരിന് അവഗണിക്കാനാവില്ല. എന്നാൽ സംസ്ഥാനത്ത് OBC സംവരണം ഇപ്പോൾ തന്നെ 50% എത്തിയിരിക്കെ പാസിന്റെ ആവശ്യം അംഗീകരിക്കാനും സർക്കാരിനാവില്ല. ഇക്കാര്യം കഴിഞ്ഞ ദിവസം ആനന്ദിബെൻ പട്ടേൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതിനെ രൂക്ഷമായാണ് റാലിയെ അഭിസംബോധനം ചെയ്യവേ ഹർദിക് വിമർശിച്ചത്. ഒരു തീവ്രവാദിക്കു വേണ്ടി സുപ്രീം കോടതിക്ക് പുലർച്ചെ 3-ന് തുറന്നു പ്രവർത്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൂടെന്ന് അദ്ദേഹം ചോദിച്ചു. BJPയെ നിലനിർത്തുന്നത് തങ്ങളുടെ സമുദായമാണെന്നും സംവരണം ഉൾപ്പെടെയുള്ള ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ 2017-ൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയും ഹർദിക് നൽകി. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. സെൽഫി എടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ അറിയാൻ ഇതൊരു മാനസിക വൈകല്യമാണ്. അതീവ ഗുരുതരമായ 3 നിലകളുള്ള മാനസിക വൈകല്യം. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഷിക്കാഗോയിൽ നടന്ന അസോസിയേഷന്റെ വാർഷിക യോഗത്തിലാണ് യുവാക്കളെയാകെ ഞെട്ടിക്കുന്ന ചർച്ചയും നിഗമനവുമുണ്ടായത്. സ്വന്തം ഫോട്ടോകൾ എടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറാണെന്നാണ് അസോസിയേഷന്റെ വിശദീകരണം. ആത്മാഭിമാനത്തിൽ കുറവ് വന്നെന്ന് തോന്നുകയും അടുപ്പങ്ങൾ കുറയുകയും അടുത്ത സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അത് മറച്ചുവെക്കാനുള്ള മനഃപൂർവ്വമല്ലാത്ത ശ്രമമാണ് സെൽഫിയെന്നും മനോവിദഗ്ധർ വിലയിരുത്തുന്നു. സെൽഫൈറ്റീസ് എന്നാണ് ഈ രോഗത്തെ ഡോക്ടർമാർ പേരിട്ട് വിളിക്കുന്നത്. 3 തരമുണ്ട് സെൽഫൈറ്റീസ്. 1 ആരംഭകാല സെൽഫൈറ്റീസ്. ദിവസത്തിൽ 3 തവണയെങ്കിലും സെൽഫി എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തത് ഗുരുതരമായ സെൽഫൈറ്റീസ് ആണ്. ദിവസവും കുറഞ്ഞത് 3 തവണയെങ്കിലും സെൽഫി എടുക്കുകയും അത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തത് അതിഗുരുതരമായ സെൽഫൈറ്റീസ് ആണ്. സ്വന്തം ചിത്രമെടുക്കാൻ എപ്പോഴും ത്വരയുണ്ടാവുകയും ദിവസത്തിൽ 6 കൂടുതൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നിലവിൽ മാനസിക രോഗ വിദഗ്ധർ ഈ രോഗത്തിന് പ്രതിവിധിയൊന്നും കണ്ടെത്തിയിട്ടില്ല. CBT ചികിത്സ താൽക്കാലിക പരിഹാരമാണെന്നാണ് ഡോക്ടർമാരുടെ പക്ഷം. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. KMIC ന്യൂസ്. പുസ്തകം തുറന്നപ്പോൾ ലഹരി പിടിച്ചു. ലഹരി പിടിക്കുന്ന വായനകളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രവാസികൾക്കിടയിൽ ആടുജീവിതവും ഫ്രാൻസിസ് ഇട്ടിക്കോരയും പ്രവാസവും ലഹരി പിടിച്ച വായനകൾ തീർത്തിരുന്നു. മറ്റു ഭാഷകളിലെ പുസ്തകങ്ങൾ വേറെയും. എന്നാൽ ഇന്നലെ സലാലയിലെ ഒരു കടയിൽ നിന്ന് പുസ്തകം തുറന്നപ്പോൾ അധികൃതർ പിടിച്ചത് ഒറിജിനൽ ലഹരിയായിരുന്നു. പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ച നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ വംശജനായ കടയുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുസ്തകത്തിനുള്ളിൽ പേജുകൾ വെട്ടിയൊതുക്കി വളരെ തന്ത്രത്തിലായിരുന്നു ലഹരി ഉൽപ്പന്നങ്ങൾ ഒളിപ്പിച്ചുവച്ചിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുസ്തകത്തിനുള്ളിലെ ലഹരി വിൽപ്പന അധികൃതർ പിടികൂടിയത്. മയക്കുമരുന്നിന് അടിമയായ സ്ഥിരം ഉപഭോക്താക്കൾ വരുമ്പോൾ മാത്രമാണ് കടയുടമ ഈ പുസ്തകം തുറക്കാറുള്ളത്. ആവശ്യക്കാർക്ക് കൃത്യമായി സാധനങ്ങൾ എത്തിക്കുന്നതിൽ ഇയാൾ അതിവിദഗ്ധനാണെന്ന് അധികൃതർ പറയുന്നു. വ്യത്യസ്തമായ രീതിയിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മയക്കുമരുന്ന് വിൽപ്പനയും കടത്തും നടക്കാറുണ്ടെന്ന് പോലീസ് വക്താക്കൾ പറയുന്നു.
ഭക്ഷ്യവസ്തുക്കൾക്കിടയിൽ വെച്ചും ഫ്രിഡ്ജിൽ വെച്ചും മയക്കുമരുന്ന് സൂക്ഷിച്ച സംഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരോധിത ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നും വിൽക്കുന്നത് തടവടക്കമുള്ള കനത്ത ശിക്ഷ ലഭിക്കാൻ കാരണമാകും. മയക്കുമരുന്ന് കടത്തുന്നതും വിൽക്കുന്നതും രാജ്യത്ത് ക്രിമിനൽ കുറ്റമാണ്. ഇത്തരം കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. RSC വിസ്ഡം സമിതി UAE ദേശീയതലത്തിൽ ആത്മസംസ്കരണം മനഃശാസ്ത്ര സമീപനത്തിലൂടെ എന്ന ശീർഷകത്തിൽ സ്പിരിച്വൽ ഹീലിംഗ് ശില്പശാല സംഘടിപ്പിക്കുന്നു. ദുബൈയിലെ പ്രശസ്ത ട്രെയിനിംഗ് സ്ഥാപനമായ റിവാക്കുമായി സഹകരിച്ചുകൊണ്ടാണ് RSC പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രമുഖ മനഃശാസ്ത്രജ്ഞനും ഹീൽ യുവർ ലൈഫ് USA കേരളത്തിലെ ഏക ട്രെയിനറുമായ അബ്ദു മാനിപുരമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ശിഥിലമാവുന്ന കുടുംബ ബന്ധങ്ങൾ കൂട്ടിയിണക്കാനും നമ്മിലടങ്ങിയിരിക്കുന്ന പക, വിദ്വേഷം, വെറുപ്പ് തുടങ്ങിയ ദുശ്ചിന്തകളെ പ്രത്യേക ട്രെയിനിങ്ങിലൂടെ പുറന്തള്ളുകയും ആത്മീയതയിലൂന്നിയ മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കാനും ഉതകുന്ന തരത്തിലാണ് സ്പിരിച്വൽ ഹീലിംഗ് ശില്പശാലയുടെ പ്രമേയം. ആധുനിക മനഃശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളും ഇസ്ലാമിക മൂല്യവും കോർത്തിണക്കി സൈക്കോതെറാപ്പി പ്രോസസ് വഴി ചെയ്യുന്ന ശാസ്ത്രീയ പരിശീലനമാണ് സ്പിരിച്വൽ ഹീലിംഗ്. കൂടുതലും ആക്ടിവിറ്റീസിനു പ്രാധാന്യം നൽകി 5 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പരിശീലനം ഭാവി ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുമെന്ന് സംഘാടകർ പറഞ്ഞു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് പ്രവേശനം. ഹീൽ യുവർ ലൈഫ്, TA, NLP, ലൈഫ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, എഫക്റ്റീവ് പാരന്റിംഗ് തുടങ്ങി നിരവധി ട്രെയിനിംഗ് പരിപാടികളിലൂടെ ശ്രദ്ധേയനാണ് അബ്ദു മാനിപുരം. ശില്പശാലയുടെ ഔപചാരിക ഉദ്ഘാടനം ഈ മാസം 28 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 ഷാർജയിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വൈകിട്ട് 7 മണിക്ക് ദുബൈ ഖിസൈസിലെ റിവാക്കിലും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ 29 അബുദാബിയിലും 31 ഉമ്മുൽ ഖുവൈനിലും അടുത്ത മാസം 6 റാസൽ ഖൈമയിലും 10 ഫുജൈറയിലും സ്പിരിച്വൽ ഹീലിംഗ് ശില്പശാല നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0555673947 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി കേരളത്തിൽ നിന്ന് SYS ഹജ്ജ് സെല്ലിന് കീഴിലെത്തിയ തീർത്ഥാടകരെ ICF RSC പ്രവർത്തകർ മക്കയിൽ ഹൃദ്യമായി വരവേറ്റു. സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമിയാണ് സംഘത്തെ നയിക്കുന്നത്. ഹജ്ജ് സെൽ ഓഫീസർ മൊയ്തു സഖാഫിയും സംഘത്തിലുണ്ട്. മുസല്ല, തസ്ബീഹുമാല, സംസം അടങ്ങിയ കിറ്റ് നൽകിയാണ് സംഘത്തെ സ്വീകരിച്ചത്. ICF സൌദി നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഹബീബ് കോയാൽ ബുഖാരി, മുഹമ്മദ് ഹനീഫ് അമാനി കുവന്നൂർ, ഉസ്മാൻ കുറുകത്താണി, ബഷീർ മുസ്ലിയാർ അടിവാരം, സൽമാൻ വെങ്ങളം, അഷ്റഫ് പേങ്ങാട്, സമദ് പെരിമ്പലം തുടങ്ങി മക്കയിലെ ICF RSC പ്രവർത്തകർ ചേർന്നാണ് സ്വീകരണമൊരുക്കിയത്. പുലർച്ചെ എത്തിയ സംഘം രാവിലെ ഉംറക്കർമ്മം പൂർത്തിയാക്കി. അബ്ദുറഹീം, സമദ് പെരിമ്പലം, മൻസൂർ മണ്ണാർക്കാട് എന്നിവർ സംഘത്തെ അനുഗമിച്ചു. മക്ക അജിയാദ് ഒലയാൻ ഹോട്ടലിലാണ് SYS തീർത്ഥാടക സംഘം താമസിക്കുന്നത്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തുന്ന ഹാജിമാരെ സേവിക്കുന്നതിനും മാർഗനിർദ്ദേശം നൽകുന്നതിനും കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേന്ദ്രീകൃത സ്വഭാവത്തിൽ റിസാല സ്റ്റഡി സർക്കിളിനു കീഴിൽ ഹജ്ജ് വളണ്ടിയർ കോർ രംഗത്തുണ്ട്. മലയാളികൾക്കു പുറമെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും എത്തുന്ന ഹാജിമാർക്കും ഹജ്ജ് വളണ്ടിയർ കോർ വളണ്ടിയർമാരുടെ സേവനം കഴിഞ്ഞ കാലങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആദ്യ സംഘം മക്കയിൽ ഇറങ്ങിയതു മുതൽ ഹജ്ജ് വളണ്ടിയർ കോറിന്റെ സേവനം വിവിധ ഷിഫ്റ്റുകളിലായി ലഭ്യമായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം, സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം. നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. ധാർമ്മിക വിപ്ലവം, വരയും വരിയും ധർമാധിഷ്ഠിത കലയുടെ തിലകക്കുറിയായി വർണ്ണരാജികൾ തീർക്കുന്ന കലാകേരളത്തിന്റെ സർഗസാക്ഷ്യം. വാക്കുകളുടെ നിറനിലാവിൽ ഈണങ്ങൾക്ക് ഇവിടെ ചടുലതാളങ്ങൾ. SSF സംസ്ഥാന സാഹിത്യോത്സവ് ആഗസ്റ്റ് 28, 29 തീയതികളിൽ കാരന്തൂർ മർക്കസിന്റെ കലാമുറ്റത്ത് സർഗവസന്തത്തിന്റെ അമൃതവർഷത്തിനായി കാത്തുകാത്തിരിക്കാം. SSF സാഹിത്യോത്സവിലേക്ക് സ്വാഗതം. താഴ്ത്തുവാൻ കഴിയും ഈ പതാകയേതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും തീക്കടൽ കടന്നു വന്ന ഈ യുവാക്കൾ. സാംസ്കാരിക കേരളം സ്കൂൾ കലോത്സവങ്ങൾക്ക് ബദൽ വഴികൾ തേടുകയാണ്. നീതി സമരങ്ങളുടെ വർണ്ണപ്പൊലിമയിൽ സംഘസർഗചേതനയുടെ വസന്തവിസ്മയങ്ങൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം. അനീതിയുടെ ഇരുട്ടുപടർന്ന നിലങ്ങളിൽ ഉള്ളം തെളിഞ്ഞ വിചാരങ്ങളും വിപ്ലവം കുളിർത്ത കർമ്മങ്ങളും കൊണ്ട് സമരഭൂമികൾ പണിയാം. വരിക, തനിമയുള്ള മാപ്പിളപ്പാട്ടുകൾ, തന്മയത്വമുള്ള പ്രഭാഷണങ്ങൾ, ഉള്ളുലയ്ക്കുന്ന സർഗഭാവനകൾ, അനീതിക്കെതിരെ ധിക്കാരം പ്രഖ്യാപിക്കുന്ന തൂലികാവസന്തം. സർഗസബരിയുടെ ഹൃദയതാളത്തിലേക്ക്
SSF 22ാമത് സംസ്ഥാന സാഹിത്യോത്സവിലേക്ക് സ്വാഗതം. ആഗസ്റ്റ് 28, 29 തീയതികളിൽ കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ. ആയുധമല്ല വിപ്ലവത്തിൻ ജയശക്തി, നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SYS സംസ്ഥാന പണിപ്പുര പഠന ക്യാമ്പിനെ തുടർന്ന് 125 കേന്ദ്രങ്ങളിൽ നടക്കുന്ന സോൺ പഠിപ്പുരകൾ ആരംഭിച്ചു. SYS മെമ്പർഷിപ്പ് പുനഃസംഘടനാ ക്യാമ്പയിനു മുന്നോടിയായി സംഘടനാ സ്കൂളിന് കീഴിൽ നടത്തുന്ന ക്യാമ്പുകൾ 31-നകം പൂർത്തിയാകും. സോൺ പരിധിയിലെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സോൺ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സർക്കിൾ ഭാരവാഹികൾ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി, സർക്കിൾ യൂണിറ്റ് ഇലക്ഷൻ ചീഫുമാർ എന്നിവരാണ് പഠിപ്പുരയിലെ പ്രതിനിധികൾ. പ്രാസ്ഥാനിക വർത്തമാനം, വ്യക്തിവിശുദ്ധി, പൊതുജീവിത വിശുദ്ധി, ധർമ്മപതാകയേന്തുക തുടങ്ങിയ വിഷയങ്ങളിൽ പഠനങ്ങളും ചർച്ചകളും നടക്കും. സംസ്ഥാന ജില്ലാ നേതാക്കളും തിരഞ്ഞെടുത്ത റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങളും ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകും. 3ാംഘട്ട പരിശീലന പരിപാടിയായി അടുത്ത മാസം 1 മുതൽ 20 വരെ കാലയളവിൽ 6000 യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പഠനമുറികൾ നടക്കും. യൂണിറ്റ് പരിധിയിലുള്ള മുഴുവൻ സംഘ കുടുംബാംഗങ്ങളും സംബന്ധിക്കും. ജാമിയ സഅദിയ അറബിയ 46ാം വാർഷിക സനദ്ദാന സമ്മേളനത്തിന്റെയും താജുൽ ഉലമ നൂറുൽ ഉലമ ആണ്ട് നേർച്ചയുടെയും നടത്തിപ്പിനായുള്ള സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഇ. സുലൈമാൻ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ, സയ്യിദ് ലിയാ ഉൽ മുസ്തഫ, ഹാമിദ് കോയമത്തങ്ങൾ മാട്ടൂൽ, സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തുടങ്ങിയ പ്രമുഖരെ തിരഞ്ഞെടുത്തു. മർക്കസിന്റെ വളർച്ചയിൽ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, രോഗികൾക്കുള്ള ചികിത്സ, സാധാരണക്കാരുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, അനാഥ സംരക്ഷണം തുടങ്ങി മർക്കസ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും തണലായി നിന്നത് പ്രവാസികളാണെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. മർക്കസിൽ നടന്ന ബഹ്റൈൻ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി. മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. കൊടുവള്ളി തലപ്പെരുമണ്ണ പുൽപ്പറമ്പുമുക്കിൽ അൽഖമർ ഹിഫ്ലുൽ ഖുർആൻ കെട്ടിടോദ്ഘാടനം നാളെ നടക്കും. വൈകിട്ട് 4-ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അബ്ദുന്നൂർ അൽ റൈസ് മുഖ്യാതിഥിയായിരിക്കും. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. TK അബ്ദുറഹ്മാൻ ബാഖവി, CK മുഹമ്മദ് മുസ്ലിയാർ, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. ആനുകാലിക സംഘടനാ നിലപാടുകൾ വ്യക്തമാക്കാനും മദ്രസ ശാക്തീകരണം ലക്ഷ്യമിട്ടും സമസ്ത ഡെവലപ്മെന്റ് കൌൺസിൽ നടത്തുന്ന നേതൃപര്യടനത്തിന് നരിക്കുനിയിൽ ഉജ്ജ്വല സ്വീകരണം. നരിക്കുനി ബൈത്തുലിസയിൽ ഒരുക്കിയ പരിപാടി കേന്ദ്ര മുശാവറ അംഗം VPM ഫൈസി വില്യാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. TK അബ്ദുറഹ്മാൻ ബാഖവി അധ്യക്ഷത വഹിച്ചു. സമസ്ത ഉപാധ്യക്ഷൻ അലി ബാഫക്കത്തങ്ങൾ ഫണ്ട് ഏറ്റുവാങ്ങി. വടശ്ശേരി ഹസൻ മുസ്ലിയാർ വിഷയാവതരണം നടത്തി. SSF സംസ്ഥാന സാഹിത്യോത്സവ നഗരിയിൽ ഇന്ന് പതാക ഉയർന്നു. നഗരിയിൽ സ്ഥാപിക്കാനുള്ള പതാകയും കൊടിമരവും ഇന്ന് വൈകുന്നേരത്തോടെ താമരശ്ശേരി മദീന മഖ്ദൂം, മാവൂർ വിദ്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നാണ് മർക്കസിലെത്തിയത്. മാവൂർ വിദ്യാനഗറിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ മുട്ടാഞ്ചേരി അഹമ്മദ് കുട്ടി സഖാഫി, G. അബൂബക്കർ എന്നിവർ നയിച്ചു. ഫറൂഖ്, കോഴിക്കോട്, കുന്നമംഗലം, കൊയിലാണ്ടി ഡിവിഷനുകളിൽ നിന്നുള്ള പ്രവർത്തകർ അനുഗമിച്ചു. താമരശ്ശേരി മദീന മഖ്ദൂമിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥ അബ്ദുൽ ജലീൽ സഖാഫി, കടലുണ്ടി, കലാമാവൂർ എന്നിവർ നയിച്ചു. ഓമശ്ശേരി, താമരശ്ശേരി, നരക്കുനി, പേരാമ്പ്ര, വടകര, കുറ്റ്യാടി, നാദാപുരം ഡിവിഷനുകളിലെ പ്രവർത്തകർ അനുഗമിച്ചു. ജാഥകൾക്ക് മുന്നോടിയായി 2ഇടങ്ങളിലും സ്മൃതി സംഗമങ്ങൾ നടന്നു. വിദ്യാനഗർ, മദീന മഖ്ദൂം സമ്മേളനങ്ങളുടെ ഭാരവാഹികളും സ്വാഗത സംഘം പ്രതിനിധികളും പങ്കെടുത്തു. വൈകിട്ട് 6 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ സി. മുഹമ്മദ് ഫൈസി പതാക ഉയർത്തി. തുടർന്ന് നഗരിയിൽ നടന്ന തലമുറ സംഗമം AKC മുഹമ്മദ് ഫൈസിയുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ്, സെക്ടർ, പഞ്ചായത്ത്, ഡിവിഷൻ, മേഖല, താലൂക്ക്, ജില്ലാ ഘടകങ്ങളിൽ SSFന് നേതൃത്വം നൽകിയ മുൻകാല സാരഥികൾ പങ്കെടുത്തു. ഈ വർഷത്തെ SSF സംസ്ഥാന സാഹിത്യോത്സവ് അവാർഡ് പ്രമുഖ എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനും ഡോക്യുമെന്ററി സംവിധായകനുമായ MA റഹ്മാന്. SSF സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാന സാഹിത്യോത്സവിനോടനുബന്ധിച്ച് ഓരോ വർഷവും ഈ അവാർഡ് നൽകുന്നത്. തോപ്പിൽ മീരാൻ, കാസിം ഇരിക്കൂർ, മാളിയേക്കൽ സുലൈമാൻ സഖാഫി, S. ഷറഫുദ്ദീൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. 33,333 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. അനന്യമായ സർഗശേഷി സാമൂഹിക ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് പ്രധാനമായും MA റഹ്മാനെ ശ്രദ്ധേയനാക്കുന്നതെന്ന് ജൂറി ചെയർമാൻ തോപ്പിൽ മുഹമ്മദ് മീരാൻ പറഞ്ഞു. കാസർകോട്ടെ ഭീകരത തുറന്നുകാണിക്കുന്ന അരജീവിതങ്ങൾക്കൊരു സ്വർഗം എന്ന ഡോക്യുമെന്ററി എടുത്തുപറയേണ്ട സർഗസംഭാവനയാണ്. 1987 ദേശീയ അവാർഡ് ഡോക്യുമെന്ററി കോവിലൻ എന്റെ അച്ഛൻ എന്നിവ ശ്രദ്ധേയമായ കാൽവെപ്പുകളായി.
കാലിക്കറ്റ് സർവകലാശാല അവാർഡ്, മാമൻ മാപ്പിള അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ നേടിയ റഹ്മാൻ ബഷീർ കാലം, സ്വത്വം, ദേശം, ചാലിയാർ ചില അതിജീവന പാഠങ്ങൾ എന്നീ സാമൂഹിക പ്രാധാന്യമുള്ള സമാഹാരങ്ങളുടെ എഡിറ്റിംഗും നിർവഹിച്ചിട്ടുണ്ട്. MTയുടെ കുമരനെല്ലൂരിലെ കുളങ്ങൾ, ഇശൽ ഗ്രാമം വിളിക്കുന്നു എന്നിവയടക്കം 14 ഡോക്യുമെന്ററികൾ റഹ്മാൻ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 28-ന് കാരന്തൂർ മർക്കസിൽ നടക്കുന്ന സംസ്ഥാന സാഹിത്യോത്സവ ഉദ്ഘാടന വേദിയിൽ ഇന്ത്യൻ ദളിത് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരൻ ശരണകുമാർ ലിംബാളെ അവാർഡ് സമ്മാനിക്കുമെന്ന് S. ഷറഫുദ്ദീൻ അറിയിച്ചു. SSF സംസ്ഥാന സാഹിത്യോത്സവിന്റെ ഭാഗമായി നാളെ മർക്കസിൽ മെയിൻ ഓഡിറ്റോറിയത്തിൽ ആത്മീയ സമ്മേളനം നടക്കും. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കെട്ടിപ്പാറ, C. മുഹമ്മദ് ഫൈസി, VPM വില്യാപ്പള്ളി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങിയവർ സംബന്ധിക്കും. PA മുഹമ്മദ് ഫാറൂഖ് നഈമി കൊല്ലം മുഖ്യ പ്രഭാഷണം നടത്തും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSC വിസ്ഡം സമിതി UAE ദേശീയതലത്തിൽ സ്പിരിച്വൽ ഹീലിംഗ് ശില്പശാല സംഘടിപ്പിക്കുന്നു. ഉദ്ഘാടനം ഈ മാസം 28-ന് വെള്ളിയാഴ്ച. സെൽഫി പ്രിയർക്ക് ഒരു ദുഃഖവാർത്ത. സെൽഫൈറ്റീസ് ഒരു മാനസിക വൈകല്യമാണെന്ന റിപ്പോർട്ട്. പുസ്തകം തുറന്നപ്പോൾ ലഹരി പിടിച്ചു. സംഭവം നടന്നത് സലാലയിൽ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തിയ SYS ഹാജിമാർക്ക് ICF RSC സ്വീകരണം നൽകി. സർഗവസന്തങ്ങളുടെ കലാശക്കൊട്ടിന് തുടക്കമായി. SSF സംസ്ഥാന സാഹിത്യോത്സവ നഗരിയിൽ പതാക ഉയർന്നു. OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പട്ടേൽ സമുദായം അഹമ്മദാബാദിൽ റാലി സംഘടിപ്പിച്ചു. റാലിയിൽ സംഘർഷം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് പരിഹാരമാകുന്നു. തിരഞ്ഞെടുപ്പ് നവംബർ 24-ന്. SYS സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പഠിപ്പുരകൾക്ക് തുടക്കമായി. ഫോർട്ട് കൊച്ചി ജലദുരന്തത്തിൽ നടുങ്ങി കേരളം. 8 മരണം. മരണസംഖ്യ ഉയരാൻ സാധ്യത. ബോട്ട് 2ആയി പിളർന്നു. ഈ വർഷത്തെ SSF സംസ്ഥാന സാഹിത്യോത്സവ അവാർഡ് പ്രമുഖ എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ MA റഹ്മാന്. സാമുദായിക സെൻസസ് കേന്ദ്രം പുറത്തുവിട്ടു. ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മലപ്പുറം ജില്ല. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.